ഹായ് എല്ലാവർക്കും ഫുഡി ബോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ഫുഡി ബോയിൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു അടിപൊളി ഫിഷ് ഫ്രൈ ആണ്. നമ്മുടെ തേങ്ങാപ്പീര പൊതിഞ്ഞ് ഒരു ഫിഷ് ഫ്രൈ, വളരെ വെറൈറ്റി ഡിഷാണിത്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ മീൻ പൊരിയലിനകത്തോട്ട് നമുക്ക് പോകാം. മീൻ വറക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പം കണ്ണനയിലാണ് എടുത്തേക്കുന്നത്. 4 കണ്ണനയിൽ എടുത്തിട്ടുണ്ട്, ഒരു 1/2 കിലോയോളം ഉണ്ട്. നമുക്കിത് ക്ലീൻ ചെയ്തുകൊണ്ട് വരാം. അതോടൊപ്പം തന്നെ നമ്മുടെ ഫിഷ് ഫ്രൈ ഉണ്ടാക്കാൻ എന്തൊക്കെയാണ് വേണ്ടുന്നതെന്ന് നോക്കാം. നമ്മുടെ ഫിഷ് ഫ്രൈ ഉണ്ടാക്കാൻ നമുക്കൊരു അരപ്പ് വേണം. അതിനായിട്ട് നമ്മളിപ്പം ഒരു 12 വറ്റൽമുളക് ചൂടുവെള്ളത്തിൽ കുതിർത്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി, കറിവേപ്പില, വെളുത്തുള്ളി 5 എടുത്തിട്ടുള്ളൂ, ഉപ്പ്. ഇത് നമ്മുടെ തേങ്ങ ചിരുകിയതാണ്. തേങ്ങ ഒരു 1/2 ബൗൾ നമ്മൾ ചിരുകി എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ആദ്യമേ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ വറ്റൽമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും ഉപ്പും കൂടി ചേർത്ത് അരച്ചെടുത്തുകൊണ്ട് വരണം. അതിൻ്റെ പാതി നമുക്ക് മീനകത്തും ചേർത്ത് കൊടുക്കണം, പാതി നമ്മുടെ ഈ തേങ്ങാപ്പീരയ്ക്കകത്തും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് ആദ്യമേ അരപ്പ് ഉണ്ടാക്കിക്കൊണ്ട് വരാം. നമ്മൾ അരപ്പ് നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് മീനകത്തോട്ട് തേച്ച് പിടിപ്പിക്കാം. അതിൻ്റെ കൂടെ തന്നെ തേങ്ങാപ്പീരയിലും ഈ അരപ്പ് ചേർക്കണം. അപ്പോൾ നമുക്ക് അരപ്പ് കുറച്ച് ഇട്ട് കൊടുക്കാം. ഒരു 1/2 പോർഷൻ അരപ്പ് നമുക്ക് ആദ്യമേ മീനകത്തിട്ട് ഇളക്കണം. ബാക്കി അരപ്പ് നമ്മുടെ ഈ തേങ്ങയുടെ കൂടെ ഇടാനാണ്. മീൻ നല്ലോണം വരയണം. ഞാൻ വരയുന്നതൊന്നും കാണിച്ചില്ല, നമ്മുടെ എളുപ്പത്തിന് വേണ്ടിയിട്ട്. മീനകത്തൊക്കെ പറ്റണം. ഇപ്പോൾ എല്ലാ മീനിലും നല്ലോണം പറ്റണം. നിങ്ങൾ കൂടുതൽ മീൻ എടുക്കുകയാണെങ്കിൽ കൂടുതൽ അരപ്പെടുക്കണം, അത് ശ്രദ്ധിച്ചോണം. ഞാനിപ്പോൾ ഇവിടെ 4 മീൻ എടുത്തിട്ടുള്ളൂ. 4ലും നല്ലോണം അരപ്പ് പറ്റിച്ചിട്ടുണ്ട് നമ്മൾ. ഇനി ഒരു 10 മിനിറ്റത്തേക്ക് നമുക്കിതൊന്ന് വെച്ചേക്കണം, ഈ അരപ്പ് നമ്മുടെ മീനകത്തോട്ട് പിടിക്കാനൊക്കെ ഉണ്ട്. അതിനുശേഷം നമുക്കിത് വറുത്തെടുക്കണം. ആ സമയം കൊണ്ട് നമ്മുടെ തേങ്ങാപ്പീര ഉണ്ടല്ലോ, തേങ്ങാപ്പീര എടുത്ത് നമ്മുടെ ആ മാറ്റി വെച്ച അരപ്പിനകത്തോട്ട് ഇട്ട് മിക്സ് ചെയ്തെടുക്കണം നമുക്ക്. അപ്പോൾ നല്ലോണം നമ്മുടെ തേങ്ങയ്ക്കകത്ത് നമ്മൾ അരപ്പ് ചേർത്ത് കഴിഞ്ഞു. മീൻ അരപ്പ് തേച്ച് വെച്ചിട്ട് ഇപ്പോൾ ഒരു 10 മിനിറ്റായി. നമുക്കിനിയിപ്പം നല്ലോണം വറുത്തെടുക്കാം. അപ്പോൾ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം നമ്മുടെ മീൻ വറക്കാനൊക്കെ ഉണ്ട്. ഞാൻ ഇപ്പോൾ എടുത്തേക്കുന്ന ഒരു നോൺ സ്റ്റിക്ക് തവയാണ്. നിങ്ങൾ ചീനിച്ചട്ടി എടുക്കുകയാണെങ്കിൽ കുറച്ച് കൂടുതൽ എണ്ണ എടുത്തോണം. ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂണോളം എണ്ണ എടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി വരട്ടെ. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് മീൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ലോണം നമുക്ക് വറുത്തെടുക്കാം. കരിഞ്ഞു പോവാതെ പ്രത്യേകം ശ്രദ്ധിച്ചോണം. അപ്പോൾ നമ്മുടെ മീൻ നമുക്കൊന്ന് തിരിച്ചിടാം. ശ്രദ്ധിച്ച് തിരിച്ചിട്ടാൽ മതി. അടുക്കി പിടിച്ചിട്ടുണ്ടെങ്കിൽ പൊടിക്കാതെ നമുക്ക് ഇളക്കിയിടണം. അപ്പോൾ നമ്മുടെ മീനിൻ്റെ ഒരു സൈഡ് അടിപൊളിയായിട്ട് ഇതേ മൂത്ത് വന്നിട്ടുണ്ട്. അടുത്ത സൈഡും കൂടി നമുക്ക് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ മീൻ അടിപൊളിയായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് അടുത്ത ഭാഗവും കൂടി ഒന്ന് ജസ്റ്റ് അടി ഒന്ന് ഇളക്കിയിട്ട് നമ്മുടെ അരപ്പെല്ലാം ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ നല്ലോണം അത് ഇളക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മീൻ അടിപൊളിയായിട്ട് നമ്മൾ പൊരിച്ചെടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് നമ്മുടെ തേങ്ങ അരപ്പ് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം, കറി ലീവ്സ്. എന്നിട്ട് ഈ തേങ്ങ അരപ്പ് നമ്മുടെ ഈ മീനകത്ത് മൊത്തത്തിൽ അങ്ങോട്ട് പൊതിഞ്ഞ് വെക്കണം. ഓക്കെ, ഇങ്ങനെ പൊത്തി വെച്ചിട്ട് നമുക്ക് ഒരു മിനിറ്റത്തേക്ക് ഇതൊന്ന് അടച്ചും വെക്കാം. അപ്പോൾ 1 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം. അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മീൻ വറുത്തതും ഈ അരപ്പും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അടി കൂട്ടി ഒന്ന് ഇളക്കിയിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാനെ കൊണ്ട്. മീനിൻ്റെ പുറത്തോട്ട് നമ്മുടെ അരപ്പ് അങ്ങ് ചേർന്ന് പിടിക്കും. അപ്പോൾ നമ്മുടെ തേങ്ങാപ്പീരയും നമ്മുടെ മീനും എല്ലാം കൂടി നല്ലോണം ഫ്രൈ ആയി സെറ്റായി വന്നിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഇതിപ്പോൾ കഴിക്കാൻ. അപ്പോൾ നമുക്ക് സെർവ് ചെയ്യാം.
നമ്മളപ്പോൾ ഫിഷ് ഫ്രൈ അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുത്തേക്കാണ്. വളരെ ടേസ്റ്റി ആയിരിക്കും ഇതൊക്കെ. ഇപ്പം നമ്മുടെ ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കാനൊക്കെ ഉണ്ട്. ആ തേങ്ങ പൊതിഞ്ഞ ആ ടേസ്റ്റ് ഉണ്ടല്ലോ മീനകത്ത് കയറിയിട്ട് അടിപൊളിയാണ്. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ വീഡിയോസൊക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് ആ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യാൻ മറക്കരുത്. ഇനിയിപ്പോൾ ഒരു അടിപൊളി അടുത്ത വീഡിയോ വരുന്നിടം വരെ ബൈ ബൈ.